ആദ്യമായി ചന്ദ്രന്റെ ഉപരിതലം സ്പർശിച്ച മനുഷ്യനിർമ്മിത വസ്തു 1989 ചന്ദ്രന്റെ ഉപരിതലത്തിൽ വന്നിടിച്ച് തകരുകയാണ് ഉണ്ടായത്. ഇതേ വർഷം തന്നെ മറ്റൊരു മനുഷ്യനിർമ്മിത ശൂന്യാകാശയാനം ചന്ദ്രന്റെ ഭൂമിക്ക് അഭിമുഖമല്ലാത്ത വശത്തിന്റെ ചിത്രമെടുക്കുന്നതിൽ വിജയിച്ചു. വിജയകരവും അപകടരഹിതവുമായ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങിയ യാനം എന്ന ബഹുമതി 1966 ചന്ദ്രനിലിറങ്ങിയ മറ്റൊരു സ്പേസ് ക്രാഫ്റ്റിനെ അവകാശപ്പെട്ടതാണ്. എന്തു പേരിലാണ് ഇവയെല്ലാം അറിയപ്പെടുന്നത്? ഉത്തരം ലൂണ. ജോൺസ് ജേക്കബ് ബെർസിലിയസ് 1817 കണ്ടെത്തിയ ഈ മൂലകത്തിന്റെ അറ്റോമിക സംഖ്യ 34 ആണ്. മുൻപ് കണ്ടെത്തിയ ഭൂമിയുടെ പേരിൽ നാമകരണം ചെയ്ത ടെലൂറിയം എന്ന മൂലകത്തോടുള്ള സാമ്യം കാരണമാണ് അദ്ദേഹം ഈ മൂലകത്തിന് പേര് നൽകിയത്. ഏതാണ് ഈ മൂലകം? ഉത്തരം സെലീനിയം. അപ്പോളോ 6 വിക്ഷേപണങ്ങളിൽ നിന്നായി ചന്ദ്രനിൽ ഇറങ്ങിയ 12 പേരിൽ ഏറ്റവും അവസാനമായി കാലുകുത്തിയ വ്യക്തി? ഉത്തരം യൂജിൻ സെർനാൻ. തെർമോകൊലൈറ്റ്, ട്രാൻകുലൈറ്റ്, പൈറോഫെറോയിറ്റ് എന്നിവ ചന്ദ്രന്റെ ഉപരിതലത്തിൽ കണ്ടെത്തിയ ധാതുക്കളാണ്. ഇവയിൽ ടൈറ്റാനിയം ധാരാളമായി അടങ്ങിയ അർമൽ കൊലൈറ്റ് പർവ്വതങ്ങളിലും ചിലയിനം പാറകളിലുമൊക്കെ കണ്ടെത്തുകയുണ്ടായി. അർമൽ കൊലൈറ്റ് എന്ന പേരിന്റെ ഉത്ഭവം എന്താണ്? ഉത്തരം 1969 ചാന്ദ്രദൗത്യത്തിലെ അംഗങ്ങളുടെ പേരുകളിൽ നിന്നും. പുരാണത്തിൽ ഇങ്ങനെയൊരു കഥയുണ്ട്. കുബേരൻ നൽകിയ വമ്പൻ സദ്യ വയറു നിറയെ കഴിച്ച് തന്റെ വാഹനമായ എലിയുടെ പുറത്തു കയറി വരികയായിരുന്നു ഗണപതി. ആ സമയത്ത് ഒരു പാമ്പ് മുന്നിൽ വരികയും എലി പേടിച്ചോടി പോവുകയും ചെയ്തു. എലിയുടെ പുറത്തുനിന്ന് വീഴുന്ന ഗണപതി കഴിച്ചതെല്ലാം അവിടെ ഛർദ്ദിച്ചു. ഇത് കണ്ട ചന്ദ്രൻ കളിയാക്കി ചിരിച്ചെന്നും അതിൽ കുപിതനായ ഗണപതി തന്റെ കൊമ്പ് പൊട്ടിച്ച് ചന്ദ്രനെ എറിഞ്ഞെന്നുമാണ് കഥ. വിനായക ചതുർത്ഥി ദിനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിശ്വാസമുണ്ട്. എന്താണ് അത്? ഉത്തരം വിനായക ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ ദർശിക്കാൻ പാടില്ല എന്ന വിശ്വാസം. ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ചന്ദ്രനിലെ ഗർത്തങ്ങൾക്ക് പലപ്പോഴും വ്യക്തികളുടെ പേര് നൽകാറുണ്ട്. ആയിരക്കണക്കിന് വ്യക്തികളിൽ ഭാരതവുമായി ബന്ധമുള്ള പേരുകളായ സീത, ആര്യഭട്ട, സി വി രാമൻ, ഹോമി ജെ ഭാഭ, വിക്രം സാരാഭായ്, മേഘനാഥ് സാഹ എന്നിവയുമുണ്ട്. ഈ ബഹുമതിക്ക് അർഹനായ ആദ്യ ബോളിവുഡ് താരം ആരാണ്? ഉത്തരം ഷാരൂഖ് ഖാൻ. ചാന്ദ്രയാൻ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച മീറ്റിംഗ്? ഉത്തരം 1999 ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസസ് മീറ്റിംഗ്. ചാന്ദ്രയാൻ 1 ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം? ഉത്തരം 2003 ഓഗസ്റ്റ് 15. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ച തീയതി? ഉത്തരം 2008 ഒക്ടോബർ 22. ചാന്ദ്രഭ്രമണത്തിലേക്ക് ചാന്ദ്രയാൻ 1 പേടകം എത്തിയ വർഷം? ഉത്തരം 2008 നവംബർ 8. ചന്ദ്രനൊപ്പം ഉണ്ടായിരുന്ന മൂൺ ഇമ്പാക്ടർ പ്രോബ് ചന്ദ്രനിലെ ഷാക്കിൾട്ടൺ പടുകുഴിക്ക് സമീപം പതിച്ച വർഷം? ഉത്തരം 2008 നവംബർ 14. ചാന്ദ്രയാൻ 2 പേടകത്തിന്റെ രൂപഘടന പൂർണ്ണമാക്കിയ വർഷം? ഉത്തരം 2009 ഓഗസ്റ്റ്. ചാന്ദ്രയാൻ 2 ദൗത്യത്തിന്റെ വിക്ഷേപണം നടന്ന തീയതി? ഉത്തരം 2019 ജൂലൈ 22. ചാന്ദ്രയാൻ 2 ഭ്രമണപഥത്തിലെത്തിയ വർഷം? ഉത്തരം 2019 ഓഗസ്റ്റ് 20. ജപ്പാനുമായി ചേർന്ന് നിർത്താൻ തീരുമാനിച്ചിരിക്കുന്ന ചന്ദ്രനിലെ ധ്രുവ പര്യവേഷണ ദൗത്യത്തിന്റെ പേര്? ഉത്തരം ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ ലൂപെക്സ്. ചാന്ദ്രയാൻ 2 പരാജയപ്പെടാനുള്ള കാരണം എന്തായിരുന്നു? ഉത്തരം 5ാമത്തെ ത്രസ്റ്റർ എഞ്ചിന്റെ ഫെയിലിയർ. ചാന്ദ്രയാൻ 1 ദൗത്യത്തിന്റെ ഏകദേശ ചിലവ്? ഉത്തരം 386 കോടി. ചാന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഏകദേശ ചിലവ്? ഉത്തരം 615 കോടി. ചാന്ദ്രയാൻ 3യുടെ വിക്ഷേപണ തീയതി? ഉത്തരം 2023 ജൂലൈ 14 2:35. ചാന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ പിന്നിലെ ഇസ്രോ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രം, ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ തിരുവനന്തപുരം, ഇസ്രോ ഇനേർഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ് തിരുവനന്തപുരം, UR റാവു സാറ്റലൈറ്റ് സെന്റർ ബാംഗ്ലൂർ, സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ അഹമ്മദാബാദ്, സ്പേസ് ഫിസിക്സ് ലാബോറട്ടറി തിരുവനന്തപുരം,
ഹിസ്രോ ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് ബാംഗ്ലൂർ, സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രം ശ്രീഹരിക്കോട്ട, ഇസ്രോ പ്രൊപ്പൽഷൻ കോംപ്ലക്സ് മഹേന്ദ്രഗിരി. ചന്ദ്രയാൻ 3യിലെ LVM-3 റോക്കറ്റ് രൂപപ്പെടുത്തിയത് ഏത് സ്ഥാപനമാണ്? ഉത്തരം VSSC. ചന്ദ്രയാൻ 3യിലെ ലിക്വിഡ് എഞ്ചിനുകൾ, ത്രസ്റ്ററുകൾ തുടങ്ങിയവ തയ്യാറാക്കിയ സ്ഥാപനം? ഉത്തരം ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റംസ് സെന്റർ. ചന്ദ്രയാൻ 3യിലെ ലാൻഡറിലെ പ്രവേഗം നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്ന സെൻസറുകൾ, ഗതി നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിവ തയ്യാറാക്കിയ സ്ഥാപനം? ഉത്തരം ഇസ്രോ ഇനേർഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ്, തിരുവനന്തപുരം. ചന്ദ്രയാൻ 3യിലെ ചന്ദ്രയാൻ ഉപഗ്രഹങ്ങളുടെ സംയോജനം നടത്തിയ സ്ഥാപനം? ഉത്തരം UR റാവു സാറ്റലൈറ്റ് സെന്റർ, ബാംഗ്ലൂർ. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ വിവിധ പേലോഡുകൾ തയ്യാറാക്കിയ സ്ഥാപനം? ഉത്തരം സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ, അഹമ്മദാബാദ്. ചന്ദ്രയാൻ 3യിലെ ലാൻഡറിൽ സ്ഥാപിച്ചിട്ടുള്ള ചാസ്തെ, ലാറ്റ്മിയർ എന്നീ പേലോഡുകൾ തയ്യാറാക്കിയ സ്ഥാപനം? ഉത്തരം സ്പേസ് ഫിസിക്സ് ലബോറട്ടറി, തിരുവനന്തപുരം. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ട്രാക്കിംഗ് കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം? ഉത്തരം ഇസ്രോ ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക്, ബാംഗ്ലൂർ. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ സോളിഡ് മോട്ടോർ തയ്യാറാക്കിയതും വിക്ഷേപണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതുമായ സ്ഥാപനം? ഉത്തരം സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രം, ശ്രീഹരിക്കോട്ട. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ ദ്രവ്യ എഞ്ചിൻ, ക്രയോജനിക് ഫ്ലൂയിഡുകൾ എന്നിവ സ്റ്റേജ് ടെസ്റ്റ് ചെയ്യുന്ന സ്ഥാപനം? ഉത്തരം ഇസ്രോ പ്രൊപ്പൽഷൻ കോംപ്ലക്സ് മഹേന്ദ്രഗിരി. നിലവിലെ ഇസ്രോ മേധാവിയും ഇന്ത്യൻ ബഹിരാകാശ വകുപ്പ് സെക്രട്ടറിയുമായ മലയാളി? ഉത്തരം S സോമനാഥ്. നിലവിലെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ മേധാവി? ഉത്തരം ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ. നിലവിലെ സ്പേസ് ഫിസിക്സ് ലബോറട്ടറി ഡയറക്ടർ? ഉത്തരം ഡോക്ടർ K രാജീവ്. LVM-3 M4 ദൗത്യത്തിന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? ഉത്തരം S മോഹനകുമാർ. ചന്ദ്രനും ഭൂമിക്കും തമ്മിലുള്ള ശരാശരി ദൂരം? ഉത്തരം 3,84,000 കിലോമീറ്റർ. ചന്ദ്രനിൽ ഏറ്റവും വേഗത്തിലെത്തിയ ലാൻഡർ ദൗത്യം? ഉത്തരം അപ്പോളോ 11. ചന്ദ്രയാൻ 3യിലെ ലാൻഡറിനും റോവറിനും ഊർജം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം സോളാർ പാനലുകൾ വഴി. ചന്ദ്രയാൻ 3യെ ബഹിരാകാശത്തേക്ക് വഹിച്ച റോക്കറ്റ്? ഉത്തരം LVM-3 M4 റോക്കറ്റ്. ചന്ദ്രയാൻ 3യുടെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ? ഉത്തരം ലാൻഡർ, റോവർ, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ മൊത്തം ഭാരം? ഉത്തരം 3,900 കിലോഗ്രാം. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ പ്രൊപ്പൽഷൻ മൊഡ്യൂളിന്റെ ഭാരം? ഉത്തരം 2,148 കിലോഗ്രാം. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ലാൻഡറിന്റെ ഭാരം? ഉത്തരം 1,726 കിലോഗ്രാം. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവറിന്റെ ഭാരം? ഉത്തരം 26 കിലോഗ്രാം. ലാൻഡറും റോവറും ചന്ദ്രനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവയുടെ ആയുസ് എത്രയാണ്? ഉത്തരം 14 ദിവസം. ചന്ദ്രയാൻ 3യിൽ ഉപയോഗിച്ചിരുന്ന ശാസ്ത്രീയ ഉപകരണങ്ങളുടെ എണ്ണം? ഉത്തരം 7. ചന്ദ്രയാൻ 3യിലെ ലാൻഡറിൽ ഉപയോഗിച്ചിരുന്ന ശാസ്ത്രീയ ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ചാസ്തെ, രംഭ LP, ഇൽസ, പാസീവ് ലേസർ റെട്രോഫ്ലക്ടർ അറേ. ചാസ്തെ എന്ന ഉപകരണത്തിന്റെ ഉപയോഗം? ഉത്തരം ചന്ദ്രമണ്ണിന്റെ താപനില പരിശോധിക്കാൻ. രംഭ LP ഉപകരണത്തിന്റെ ഉപയോഗം? ഉത്തരം മണ്ണിലെ വൈദ്യുത കാന്തിക സ്വഭാവവും പ്ലാസ്മ സാന്ദ്രതയും പരിശോധിക്കുവാൻ. ഇൽസ ഉപകരണത്തിന്റെ ഉപയോഗം? ഉത്തരം ചന്ദ്രനിലെ കമ്പനങ്ങൾ അളക്കാൻ. ചന്ദ്രയാൻ 3യിലെ റോവറിൽ ഉപയോഗിച്ചിരിക്കുന്ന ശാസ്ത്രീയ ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ആൽഫ കണിക, എക്സ്റേ സ്പെക്ട്രോമീറ്റർ, ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ്. ചന്ദ്രയാൻ 3യിലെ പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ ഉപയോഗിച്ചിരുന്ന ശാസ്ത്രീയ ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം സ്പെക്ട്രോപോളറിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത്. ചന്ദ്രയാൻ 3നെ ചന്ദ്രന്റെ ഏത് ഭാഗത്താണ് ഇറക്കുവാൻ ശ്രമിക്കുന്നത്? ഉത്തരം ദക്ഷിണ ധ്രുവത്ത്.
ചന്ദ്രയാൻ 3യുടെ പ്രൊജക്ട് ഡയറക്ടർ? ഉത്തരം പി വീരമുത്തുവേൽ. ചന്ദ്രയാൻ 3യുടെ ലാൻഡർ? ഉത്തരം വിക്രം. ചന്ദ്രയാൻ 3യുടെ റോവർ? ഉത്തരം പ്രാഗ്യാൻ. ഇന്ത്യയുടെ ആദ്യ ചന്ദ്ര പര്യവേഷണ പദ്ധതി? ഉത്തരം ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച തീയതി? ഉത്തരം 2008 ഒക്ടോബർ 22. ചന്ദ്രന്റെ പ്രദക്ഷിണ പഥത്തിൽ ചന്ദ്രയാൻ 1 എത്തിയത് എന്നായിരുന്നു? ഉത്തരം 2008 നവംബർ 8. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച സ്ഥലം? ഉത്തരം ശ്രീഹരിക്കോട്ട. ചന്ദ്രന്റെ പ്രദക്ഷിണ പഥത്തിൽ ചന്ദ്രയാൻ 1 എത്തിയത് എന്നായിരുന്നു? ഉത്തരം 2008 നവംബർ 8. ചന്ദ്രയാന്റെ പ്രവർത്തനം അവസാനിച്ചതായി ISRO പ്രഖ്യാപിച്ചത് എന്നായിരുന്നു? ഉത്തരം 2009 ഓഗസ്റ്റ് 29. ചന്ദ്രയാൻ 1 എത്ര ദിവസമാണ് പ്രവർത്തന നിരതമായിരുന്നത്? ഉത്തരം 312 ദിവസം. ചന്ദ്രയാൻ 1 ദൗത്യത്തിന്റെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആരാണ്? ഉത്തരം JN ഗോസ്വാമി. ചന്ദ്രയാൻ 1ന്റെ പ്രൊജക്ട് ഡയറക്ടർ? ഉത്തരം M അണ്ണാദുരൈ. ചന്ദ്രയാൻ 1ന്റെ പ്രാരംഭ നടപടികൾ ആരംഭിക്കുമ്പോൾ ISRO ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ K കസ്തൂരിരംഗൻ. ചന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ? ഉത്തരം ഡോക്ടർ G മാധവൻ നായർ. ചന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്ത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടർ? ഉത്തരം ഡോക്ടർ K രാധാകൃഷ്ണൻ. ചന്ദ്രയാൻ 1നെ ഭ്രമണപഥത്തിൽ എത്തിച്ച പേടകം? ഉത്തരം PSLV C-11. ചന്ദ്രയാൻ 1ന്റെ ഭാരം? ഉത്തരം 1380 കിലോഗ്രാം. ഇന്ത്യയുടെ ചന്ദ്ര പദ്ധതിക്ക് ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഉത്തരം AB വാജ്പേയി. മൂൺ ഇമ്പാക്ട് പ്രോബ് ചന്ദ്രനിൽ പതിച്ച സ്ഥലം? ഉത്തരം ഷാക്കിൾട്ടൺ ഗർത്തം. ചന്ദ്രയാനിലുണ്ടായിരുന്ന നാസയുടെ മൂൺ മിനറോളജി മാപ്പർ എന്ന പേടകം ചന്ദ്രനിൽ ധാരാളം ജലമുണ്ടെന്ന് കണ്ടെത്തിയത് എന്നായിരുന്നു? ഉത്തരം 2009 സെപ്റ്റംബർ 24. ചന്ദ്രയാൻ 1മായി സഹകരിച്ച വിദേശ രാജ്യം? ഉത്തരം അമേരിക്ക. ചന്ദ്രനിലെ മഞ്ഞുപാളികൾ കണ്ടെത്തിയ ഉപകരണം? ഉത്തരം മിനിസാർ. ചന്ദ്രയാൻ 1ലെ ഇന്ത്യൻ നിർമ്മിത പേലോഡുകൾ ഏതെല്ലാമായിരുന്നു? ഉത്തരം ടെറൈൻ മാപ്പിംഗ് സ്റ്റീരിയോ ക്യാമറ, ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് ക്യാമറ, ലൂണാർ ലേസർ റേഞ്ചിംഗ് ഇൻസ്ട്രുമെന്റ്, ഹൈ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ, മൂൺ ഇമ്പാക്ട് പ്രോബ്.